നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് മെയ് 4-ന് ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പൂരം ക്രമീകരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. പാവർട്ടി പെരുന്നാളിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. കുളമ്പ് രോഗം തടയാൻ കന്നുകാലികൾക്ക് വാക്സിൻ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുത്തൂർ പഞ്ചായത്ത് വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനോടനുബന്ധിച്ച് മെയ് 4-ന് ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. സ്വരാജ് റൗണ്ടിൽ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. കൂടാതെ റോഡരികിൽ പാർക്ക് ചെയ്ത് മറ്റ് വാഹനങ്ങൾക്ക് പോകുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ട്രാഫിക് SHO അറിയിച്ചു. ഈ സമയങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നഗരത്തിന്റെ ഔട്ടർ റിംഗ് വരെ മാത്രമേ പ്രവേശന അനുമതിയുള്ളൂ. നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ നമ്പരും തിരിച്ചറിയൽ രേഖയും കരുതേണ്ടതാണ്. സാമ്പിൾ വെടിക്കെട്ട് ദിവസമായ മെയ് 4-ന് ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെയും ഗതാഗത നിയന്ത്രണം ഇപ്രകാരമായിരിക്കും. ഒറ്റപ്പാലം, ഷൊർണൂർ, മെഡിക്കൽ കോളേജ്, ചേലക്കര, പഴയന്നൂർ, ചേറൂർ, വരടിയം, മുണ്ടൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പെരിങ്ങാവ്, അശ്വിനി വഴി വടക്കേ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് അതേ റൂട്ടിൽ തന്നെ തിരികെ സർവീസ് നടത്തേണ്ടതാണ്. കുന്നംകുളം, ഗുരുവായൂർ, കോഴിക്കോട്, ചാവക്കാട്, പാങ്ങ്, പാവർട്ടി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പൂങ്കുന്നത്ത് നിന്നും പാട്ടുരായ്ക്കൽ വഴി വടക്കേ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് വടക്കേ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം വഴി പൂങ്കുന്നത്ത് നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പടിഞ്ഞാറേക്കോട്ട, അയ്യന്തോൾ വഴി സർവീസ് നടത്തേണ്ടതാണ്. അമ്മാടം, കോടന്നൂർ, ആമ്പല്ലൂർ, കല്ലൂർ, ആനക്കല്ല്, പൊന്നൂക്കര, മണ്ണുത്തി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, കൊടകര, നെടുപുഴ, കൂർക്കഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ബാല്യ ജംഗ്ഷൻ വഴി ശക്തൻ സ്റ്റാൻഡിലെത്തി സർവീസ് അവസാനിപ്പിച്ച് തിരികെ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തേണ്ടതാണ്. കാഞ്ഞാണി, അരണാട്ടുകര, അന്തിക്കാട്, മനക്കൊടി, ഒളരി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ പടിഞ്ഞാറേക്കോട്ടയിൽ സർവീസ് അവസാനിപ്പിച്ച് വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സമീപത്തുള്ള കുന്നത്ത് ടെക്സ്റ്റൈൽസ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയി അവിടെ നിന്നും തിരികെ പുറപ്പെടേണ്ട സമയത്ത് വെസ്റ്റ് ഫോർട്ടിലെത്തി വീണ്ടും സർവീസ് ആരംഭിക്കേണ്ടതാണ്. നഗരത്തിന് പുറത്തുള്ള ഭാഗങ്ങളിൽ ബസ്സുകളുടെ സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്നതിനായി നിലവിലുള്ള ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനും നോർത്ത് ബസ് സ്റ്റാൻഡിനും പുറമെ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ഗതാഗത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായ ഗതാഗതം ഒരുക്കാൻ എല്ലാ ബസ് ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടതാണെന്നും ട്രാഫിക് SHO അറിയിച്ചു. തൃശൂർ പൂരത്തിന് എല്ലാവിധ ക്രമീകരണങ്ങളും സജ്ജം. നഗരത്തിൽ ഇന്ന് മോക്ക് ഡ്രിൽ നടന്നു. തൃശൂർ പൂരം ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ വകുപ്പ് മേധാവികളുടെയും ദേവസ്വം അധികൃതരുടെയും യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെ പൂരം മുന്നൊരുക്കം യോഗം വിലയിരുത്തി. പൂരത്തോടനുബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10:30-ന് തേക്കിൻകാട് മൈതാനത്ത് മോക്ക് ഡ്രിൽ നടന്നു. ഘടകപൂരങ്ങൾ സമയക്രമം പാലിച്ച് നടത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. പൂരത്തോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണം, ക്രമസമാധാനം, ആവശ്യമായ ആംബുലൻസ് സ്ട്രക്ചറുകൾ എന്നിവയും മെഡിക്കൽ, പോലീസ്, ഫയർഫോഴ്സ് സംഘത്തിന്റെ വിന്യാസവും യോഗം വിലയിരുത്തി. പൂരം ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. പൂരം വ്യാജ പാസുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നിശ്ചിത അകലത്തിൽ ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും. ആവശ്യത്തിന് ഈ ടോയ്ലറ്റുകൾ ഒരുക്കും. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ADM T. മുരളി, സബ് കളക്ടർ അഖിൽ V. മേനോൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ്, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം അധികൃതർ, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥരും പൂരം നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന സ്ഥലവും വിവിധ പവലിയനുകളും കളക്ടറും സംഘവും സന്ദർശിച്ചു. തൃശൂർ പൂരത്തിന് എല്ലാവിധ ക്രമീകരണങ്ങളും സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ADM ടി മുരളി, സബ് കളക്ടർ അഖിൽ വി മേനോൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു. പാവറട്ടി തിരുനാളിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി കെ രാജൻ. പാവറട്ടി തിരുനാളിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി സുഗമമായി തിരുനാളിൽ പങ്കെടുക്കുന്നതിന് ഏവർക്കും സാഹചര്യം ഒരുക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പാവറട്ടി തിരുനാൾ സുരക്ഷാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്സവങ്ങളിലെല്ലാം ജനപങ്കാളിത്തം വർദ്ധിച്ചു വരികയാണ്. കൃത്യമായ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാനും ആഘോഷങ്ങളെ ലഹരി മുക്തമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെയ് 9, 10, 11 തീയതികളിലാണ് 149ാമത് പാവറട്ടി തിരുനാൾ. തിരുനാളുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും വിവിധ സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈക്കൊണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ യോഗം ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളും ചർച്ച ചെയ്തു. PWD, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ വിഭാഗം, എക്സൈസ്, KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ ഒരുക്കുന്ന വകുപ്പുകളെ ഏകോപിപ്പിച്ച് തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേക കൺട്രോൾ റൂം തുറക്കുവാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും ആവശ്യമായ ഗതാഗത നിയന്ത്രണം, പാർക്കിംഗ്, ആംബുലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനം, എമർജൻസി കൗണ്ടർ, മെഡിക്കൽ റൂം, സമീപ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. പാവറട്ടി പള്ളിയിൽ ചേർന്ന തിരുനാൾ സുരക്ഷാ അവലോകന യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, പാവറട്ടി തീർത്ഥകേന്ദ്രം റക്ടർ റവറന്റ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, പാവറട്ടി തീർത്ഥാടന കേന്ദ്രം ട്രസ്റ്റി OJ ഷാജൻ, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ INTUC പ്രതിജ്ഞാബദ്ധമാണെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. INTUC സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അണിനിരക്കേണ്ട സമയമാണിപ്പോഴുള്ളതെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കരാർ നിയമനങ്ങളും രാഷ്ട്രീയ നിയമനങ്ങളും നടത്തുന്ന തൊഴിലാളി വിരുദ്ധ ഇടതുപക്ഷ സർക്കാരിനെതിരെയും വമ്പിച്ച പ്രക്ഷോഭ പരിപാടികൾ INTUC നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. INTUC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശം വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INTUC റീജിയണൽ പ്രസിഡന്റ് CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് CR ജേസൺ, IR മണികണ്ഠൻ, ബാബു കണ്ണനായ്ക്കൽ, NL ആന്റണി, ബിജു ഇസ്മായിൽ, KN പ്രകാശൻ, ബിന്ദു സോമൻ, KH സിദ്ദിഖ്, KA രാജീവ്, AS നദീറ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് കട്ടിങ്ങും മധുരപലഹാര വിതരണവും നടത്തി. മെയ് മാസം 3-ാം തീയതി സ്ഥാപിതമായതാണ് INTUC. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ഈ മഹത്തായ പ്രസ്ഥാനം തുടങ്ങുന്നതിന് നേതൃത്വം നൽകിയത്. നമുക്കറിയാം, ഈ രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും അതുപോലെ അവരുടെ ഉന്നമനത്തിനും മാന്യമായി അവർക്ക് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് INTUC രൂപീകരിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ, അതുപോലെ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ, മാന്യമായി ഈ നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുവാനും ആവശ്യമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ തന്നെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സാധിക്കുമോ അത്
ഏത് ഭരണം എന്ന് നോക്കാതെ വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു മഹത്തായ ട്രേഡ് യൂണിയനാണ് INTUC. INTUCയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നേരത്തെ സംസാരിച്ച പോലെ 40 ലക്ഷത്തിലധികം വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. പക്ഷേ നമുക്ക് ഇന്നറിയാം, കഴിഞ്ഞ 11 വർഷക്കാലമായി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ മറന്ന സർക്കാർ, തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ വലുതാക്കുന്നതിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന മോദി സർക്കാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഈ അപകടം സർക്കാരിന്റെ സൃഷ്ടിയാണ്. സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ അലംഭാവം തുടരുകയാണ്. കേരളം നമ്പർ 1 എന്ന് പറയുന്ന മന്ത്രി ഇതിന് മറുപടി പറയണം. കോഴിക്കോട് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തണം. ഏഷ്യയിലെ ഏറ്റവും മികച്ച നിലവാരമുണ്ടായിരുന്ന ആശുപത്രിയിൽ 5 പേർ മരിക്കാനിടയായ സംഭവമുണ്ടായത് ഗൗരവകരമാണ്. ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ദുരന്തമുണ്ടായപ്പോൾ ഇടപെട്ടില്ല. കോഴിക്കോട്ടുകാരായ മന്ത്രിമാർ പോലും ഇതിൽ ഇടപെട്ടില്ല. അവർക്ക് ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലുമാണ്. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദാര്യത്തിലല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് BJP പ്രസിഡന്റ് വന്നാലും അവരെ പരിഹസിച്ച് വായ അടപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതൊന്നും വകവെച്ച് കൊടുക്കാനാകില്ല. പ്രോട്ടോകോൾ അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വേദിയിൽ വന്നത്. അതിനുശേഷം ബ്രിട്ടാസും വിൻസെന്റും റഹീമുമെല്ലാം വന്നു. എന്നാൽ അതൊന്നും വിമർശകർ കണ്ടില്ല. ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും. രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല, ഭാരത് മാതാ കി ജയ് ആണ് വിളിച്ചത്. പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണത്. മന്ത്രി VN വാസവൻ LDFന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ BJP അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു? മരുമോനായതുകൊണ്ട് മാത്രം വേദിയിൽ ഇരിക്കാനാകില്ലെന്ന് റിയാസ് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൊച്ചുമോനും പങ്കെടുക്കുന്നത് പോലെയല്ല പ്രധാനമന്ത്രിയുടെ ചടങ്ങ്. കേരളത്തിൻ്റെ അഭിമാനമായ ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന പ്രതിപക്ഷം ആത്മഹത്യാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. തലയിൽ ആൾതാമസം ഇല്ലാത്തയാളാണ് താനെന്ന് VD സതീശൻ വീണ്ടും തെളിയിച്ചു. വിഴിഞ്ഞം ചടങ്ങ് UDF ബഹിഷ്കരിച്ചത് ആനമണ്ടത്തരമായെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല. അങ്ങനെ ചില ആളുകൾ UDFകാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇവിടെ ഏത് BJP പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SPGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് വന്ന് 4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ആരും അവരെ ട്രോൾ ചെയ്തിട്ടില്ലല്ലോ. ജീവനക്കാരുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കമായി. ജീവിതശൈലിയിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകി ജീവനക്കാരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തി മികച്ച തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതിക്ക് കീഴിൽ ആരംഭിക്കുന്ന ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന് തുടക്കമായി. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഔദ്യോഗിക ലോഞ്ചും പോസ്റ്റർ പ്രകാശനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. എല്ലാ ചൊവ്വാഴ്ചയും ഓഫീസ് പ്രവർത്തന സമയത്തിന് ശേഷം അനക്സ് ഹാളിൽ നടക്കുന്ന ഫിറ്റ്നസ് ട്രെയിനിംഗ് ക്ലാസുകളിൽ പങ്കെടുത്ത് പുതിയ അറിവുകളും വ്യായാമ രീതികളും ജീവിതത്തിൽ പകർത്തി ആരോഗ്യകരമായ ജീവിതശൈലി രൂപീകരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ജില്ലാ കളക്ടർ ആശംസിച്ചു. ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന്റെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം
കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് ട്രെയിനിംഗ് ക്ലാസും പ്രാഥമിക വ്യായാമ മുറകളുടെ പരിശീലനവും നടന്നു. ജീവനക്കാരുടെ ശാരീരിക മാനസിക ഉന്മേഷത്തിനായി ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വൈബ്രേക്ക് പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ഓഫീസ് സമയത്തിന്റെ ചെറിയ ഇടവേളകളിൽ ചെയ്യാനാകുന്ന യോഗാ രീതികളും പരിചയപ്പെടുത്തി. ചടങ്ങിൽ ADM ടി മുരളി, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി കളക്ടർമാരായ CS സ്മിത റാണി, MS ജ്യോതി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി, സീനിയർ സൂപ്രണ്ട് CP ശ്രീകല തുടങ്ങിയവരും സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും വ്യായാമ പരിശീലനത്തിൽ പങ്കെടുത്തു. നവീകരണം പൂർത്തീകരിച്ച കുരിയച്ചിറ ക്രിമിറ്റോറിയത്തിന്റെ പുനഃസമർപ്പണം തൃശൂർ MLA P ബാലചന്ദ്രൻ നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള കുരിയച്ചിറ ക്രിമിറ്റോറിയം കഴിഞ്ഞ 8 മാസക്കാലമായി പുനരുദ്ധാരണ പ്രവർത്തനത്തിലായിരുന്നു. 2015 കുരിയച്ചിറയിൽ ആധുനിക ക്രിമിറ്റോറിയം ഉദ്ഘാടനം നടത്തിയത്. ക്രിമിറ്റോറിയത്തിന്റെ 10 വർഷക്കാലത്തെ തുടർച്ചയായ ഉപയോഗത്തിൽ ചിമ്മിനിയും ചേംബറും വാട്ടർ ടാങ്കും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉപയോഗരഹിതമായിട്ടുള്ളതാണ്. തുടർന്ന് ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണികൾക്കായി അടച്ച് നിയമപ്രകാരം ടെൻഡർ നടപടികളും പുനരുദ്ധാരണ പ്രവർത്തനവും പൂർത്തീകരിച്ച് പ്രവർത്തനത്തിനായി തുറന്നുകൊടുത്തു. ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 23 ലക്ഷം രൂപ ചെലവ് വന്നിട്ടുള്ളതാണ്. ക്രിമിറ്റോറിയത്തിന്റെ പുനഃസമർപ്പണം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ തൃശൂർ MLA P ബാലചന്ദ്രൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, കൗൺസിലർ ശ്യാമള വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നതിനായി മേയർ കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് നിലവിലുള്ള നിരക്കിൽ നിന്നും 500 രൂപ കുറച്ച് നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. കുളമ്പ് രോഗം തടയാൻ കന്നുകാലികൾക്ക് വാക്സിൻ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിൽ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് മെയ് 2 മുതൽ 23 വരെയുള്ള 18 ദിവസങ്ങളിലായി നടത്തുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തൃശൂർ ജില്ലയിലെ 158 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ ഭവനങ്ങളിലെത്തി പശുക്കൾക്കും എരുമകൾക്കും സൗജന്യമായി വാക്സിൻ ചെയ്ത് നൽകുന്നതാണ് പദ്ധതി. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പുത്തൂർ മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് അധ്യക്ഷത വഹിച്ചു. സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ മനോജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. റിനിൽ PS, ജിജു തോമസ്, പുത്തൂർ വെറ്ററിനറി സർജൻ ഡോക്ടർ സുമി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory.
ഉറങ്ങണില്ല. ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. INTUC ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ INTUCയുടെ 78ാമത് സ്ഥാപക ദിനം ആചരിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മലിയത്ത് പതാക ഉയർത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി PG സെബാസ്റ്റ്യൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, INTUC യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് വിനീഷ് തണ്ടാശ്ശേരി, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബാബു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ സണ്ണി വാടപ്പള്ളി, ബാബു പാണങ്കുടിയിൽ, സജീവൻ നടത്തറ, PS മോഹനൻ, UK സദാനന്ദൻ, ബെന്നി കദളിക്കാട്ടിൽ, പ്രജി KM തുടങ്ങിയവർ നേതൃത്വം നൽകി. വീട്ടിലെ മോട്ടോർ പമ്പ് സെറ്റിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. മാതാമംഗലം സ്വദേശി ഊന്നുകല്ലിങ്കൽ പരയത്തിനായ വർഗീസ് ഭാര്യ 74 വയസ്സുള്ള ഏലിയാമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടം. വീട്ടിലെ മോട്ടോർ പമ്പ് സെറ്റ് ഓൺ ചെയ്ത ശേഷം വെള്ളം തിരിച്ചുവിടുന്നതിന് വാൾവ് തിരിക്കുന്നതിനിടയിലാണ് ഇവർക്ക് ഷോക്കേറ്റ് തെറിച്ചു വീണത്. കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കൾ ബിന്ദു, ബിജി, മരുമക്കൾ ബാബു, ബിജി, ബിനു എന്നിവരാണ്. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3-ന് മാന്നാമംഗലം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. തൃശൂർ കാവ്യശിഖയുടെ സംസ്ഥാന തലത്തിലുള്ള ഖദർ സാഹിത്യ ശില്പശാല മെയ് 9, 10, 11 തീയതികളിൽ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നടക്കും. 180ഓളം ക്യാമ്പ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ശില്പശാല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കാവ്യശിഖ പ്രസിദ്ധീകരിക്കുന്ന ശിഖ ഓൺലൈൻ മാസികയുടെ പ്രകാശനം പി ബാലചന്ദ്രൻ MLA നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. കവിയും നാടകകാരനുമായ ചാക്കോടി അന്തിക്കാടിനെ ചടങ്ങിൽ ആദരിക്കും. MTയുടെ 4 നോവലിനെ ആധാരമാക്കി D മനോജ് ഒരുക്കിയ ഫോട്ടോഗ്രാഫി പ്രദർശനം K ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നിസ നാസറിന്റെ 3 പുസ്തകങ്ങൾ സച്ചിദാനന്ദൻ പ്രകാശനം ചെയ്യും. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരിക്കും. പ്രശസ്തരായ എഴുത്തുകാർ ശില്പശാലയിൽ സംവദിക്കാനെത്തും. ഡോക്ടർ C രാവണിയാണ് ക്യാമ്പ് ഡയറക്ടർ. CV ബഷീർ നയിക്കുന്ന ഗസൽ രാവ് ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ C രാവണി, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ജയറാം വാഴൂർ, ചാക്കോടി അന്തിക്കാട്, സുഭാഷ് പോണോളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവജ്യോതി ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് ഒളരിക്കര NSS യൂണിറ്റിന്റെ മുക്കാട്ടുകര ബത്ലഹേം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ദശദിന ക്യാമ്പിനോടനുബന്ധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് രക്തദാനം ചെയ്ത് മാതൃകയായി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എമർജൻസി ആവശ്യത്തിന് ബ്ലഡ് സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി നടത്തിയ ക്യാമ്പിൽ കുട്ടികളെ കൂടാതെ മറ്റുള്ളവരും രക്തദാനം നടത്തി. കോർഡിനേറ്റർ ജോഷിൻ ജോർജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രജീവി മാത്യു, സ്റ്റുഡന്റ് ലീഡർ റോസ് ബി ചിറയത്ത്, അശ്വതി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് സേവാഭാരതി പൂരനഗരിയിൽ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ്, കുടിവെള്ള വിതരണ കേന്ദ്രം, ആംബുലൻസ്, സൗജന്യ ഭക്ഷണ വിതരണം, ഇൻഫർമേഷൻ സെന്ററുകൾ എന്നിവ ഒരുക്കും. അടിയന്തര ഘട്ടങ്ങളിൽ പരിശീലനം സിദ്ധിച്ച ആപത്സേവാ വളണ്ടിയർമാരുടെ സേവനവും ഉണ്ടാകും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 21 വർഷമായി സേവാഭാരതി പൂരപ്രേമികൾക്കായി മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകൾ, കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ, ആംബുലൻസ് സർവീസ്, സൗജന്യ ഭക്ഷണ വിതരണം എന്നിവ നടത്തിവരുന്നു. നഗരത്തിലെ 9 കേന്ദ്രങ്ങളിൽ ഔഷധ കുടിവെള്ള വിതരണം, 2 കേന്ദ്രങ്ങളിൽ ഭക്ഷണ വിതരണം, 3 കേന്ദ്രങ്ങളിലായി മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകൾ, ഇൻഫർമേഷൻ സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച 500 വളണ്ടിയർമാരടക്കം ആകെ 1000 വളണ്ടിയർമാരെ വിന്യസിക്കും. കഴിഞ്ഞ വർഷം 9 കേന്ദ്രങ്ങളിലായി 55,500 ലിറ്റർ വെള്ളം വിതരണം ചെയ്തു. 3 മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകളിലായി 79 പേർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. 9 ആംബുലൻസുകൾ സർവീസ് നടത്തി. 2 കേന്ദ്രങ്ങളിലായി നടന്ന അന്നദാനത്തിൽ 22,000 പേർ ഗുണഭോക്താക്കളായി. ആരോഗ്യപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി 5,000 പേർക്ക് തണ്ണിമത്തൻ നൽകി. ഈ വർഷം ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ
പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ, പൂരം സ്വാഗത സംഘം ചെയർമാൻ CB രാമദേവൻ, വർക്കിംഗ് ചെയർമാൻ രാജൻ നമ്പ്യാർ, ജനറൽ കൺവീനർ കെ ഗീത, സേവാഭാരതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ റഷിൻ സുമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദുബായ് അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് ചിന്മയ വിദ്യാലയ തൃശ്ശൂരിൽ നിന്നും ഒരു നവതാരോദയം. ചിന്മയ വിദ്യാലയത്തിലെ പ്രതിഭാശാലിയായ വിദ്യാർത്ഥി നന്ദകിഷോർ യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ മെയ് 10 നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിന്റെ 5ാമത് എഡിഷനിൽ പങ്കെടുക്കും. ലോകമാകെയുള്ള യുവ ഡിജിറ്റൽ നവോത്ഥാനക്കാരെ ഒരുമിപ്പിക്കുക എന്നതാണ് സൈബർ സ്ക്വയർ സംഘടിപ്പിക്കുന്ന ഈ ആഗോള പരിപാടിയുടെ ലക്ഷ്യം. സർഗാത്മകത, നവീന സാങ്കേതിക വിദ്യ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മികവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയാണിത്. ഡിജിറ്റൽ ഫെസ്റ്റ് സൈബർ സ്ക്വയർ നടത്തുന്ന ഈ പരിപാടിയിൽ കോഡിംഗ്, റോബോട്ടിക്സ്, AI തുടങ്ങിയ വിവിധ ഡിജിറ്റൽ മേഖലകളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടേതായ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുന്നു. ചിന്മയ വിദ്യാലയ തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച് ഈ അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ നന്ദകിഷോർ തൻ്റെതായ ഡിജിറ്റൽ പ്രോജക്റ്റ് അവതരിപ്പിക്കും. അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാനുള്ള അവസരം തൻ്റെ ഡിജിറ്റൽ സാങ്കേതിക മികവിൻ്റെ പാതയിൽ ഒരു നാഴികക്കല്ലായിരിക്കുമെന്നതിൻ്റെ ആവേശത്തിലാണ് നന്ദകിഷോർ. ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗത്തിനുതകുന്ന വെബ്സൈറ്റുമായാണ് നന്ദകിഷോർ ദുബായിലേക്ക് പറക്കുന്നത്. VS നന്ദകിഷോർ, സാജൻ, KE ഉഷ, ഹരികൃഷ്ണൻ, ബിനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാന്നാമംഗലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ദിനമായ ശനിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന തുടർന്ന് നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് കോർ എപ്പിസ്കോപ്പ പൗലോസ് വാക്കനാമ്പാടത്തിൽ, ഫാദർ രഞ്ജിത്ത്, പള്ളി വികാരി ഫാദർ ബേബി പോൾ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ ചടങ്ങുകൾക്ക് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജിജു P വർഗീസ്, ബാബു പെരുമാലിയിൽ, ബേബി മനയത്ത്, സജൻ പാറയ്ക്കൽ, ചെറിയാൻ കൊല്ലമ്പിടിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ഈ ഇടവകയുടെ മാത്രമല്ല ഈ ദേശത്തിലെ മുഴുവൻ്റെയും കാവൽപിതാവായ വിമർശിച്ചനാകുമോ ഗീവർഗീസ് സഹദായുടെ ഓർമ്മയെ നാം കൊണ്ടാടുന്ന സുദിനം ഈ ദേശത്തിൻ്റെ സഭയ്ക്ക്, ഇടവകയ്ക്ക്, കുടുംബത്തിനും ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് ദൈവവചന സംസാരങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുന്നതിനുള്ള വിശുദ്ധ അപ്പോസ്തലന്റെ ആ തിരുവചനങ്ങൾ നാം ഓരോരുത്തരും നിവൃത്തിയാക്കി കേൾക്കാക്കണം. വിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയെ നാം കൊണ്ടാടുമ്പോൾ ആ വന്യപിതാവിൻ്റെ കാലങ്ങളെ പിന്തുടരുവാനും യേശുക്രിസ്തുവിനെ പ്രതി കട്ടകളും പീഡകളും നിരക്കും സഹിക്കേണ്ടി വന്നാലും അവിടെ നാം തോറ്റുപോകാതെ വിശുദ്ധ സാക്ഷികളായി നിൽക്കുവാനും ക്രിസ്തുവിന് വേണ്ടി സഹതാപനം പ്രാപിക്കേണ്ടി വന്നാലും അവിടെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ച് മരിച്ച് സഹതാപനം പ്രാപിച്ച ഈ വന്യപിതാവിനെ പോലെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് പിന്തുടരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തരും ഇടയായിത്തീരട്ടെ എന്ന് സമയത്ത് ഓർമ്മപ്പെടുന്നു. ദൈവം ഈ സംബന്ധിച്ച എല്ലാവരുടെയും വാഴ്ച അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതാകുന്നു. ഈ പെരുന്നാളിൻ്റെ ആദ്യയോട് സംബന്ധിച്ച എല്ലാവരെയും കർത്താവ് വാഴ്ചക്കൊണ്ടിരിക്കുന്നവരാകട്ടെ. ദൈവം നിങ്ങൾക്കും വിശ്വാസികളാകുന്ന പലർക്കും ഭാവപരിഹാരം നൽകട്ടെ. പിതാവും അവരുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ആരാധനകളും സ്വഭാവി പെരുന്നാളുകളൊക്കെയും അംഗീകരിക്കപ്പെടുവാനും തീരുമാനമാകണമേ. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ.
പാണ്ടിക്കാട് കാക്കുളം ദേശം പൊറ്റയിൽ വീട്ടിൽ ഫിറോസ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിങ്ങിനായി പണം നൽകിയാൽ പണത്തിന്റെ ഇരട്ടി ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല കാലയളവിലായി കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തി ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയതിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശാനുസരണം ഡിവൈഎസ്പി സുമേഷിന്റെ മേൽനോട്ടത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MS ബൈജു, ബിനു പൗലോസ്, ആഷിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിൻഡോ വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ തൃശൂർ കൊടകരയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 180 ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് എന്ന ദീപക്കും നോർത്ത് പറവൂർ സ്വദേശിനിയും പോലീസ് പിടിയിൽ. തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് പരിശോധനയിൽ 2 പേരെയും പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ രാസലഹരിയുമായി 3 യുവാക്കളെ പിടികൂടി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫാൻസി റോഡിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജിൽ നിന്നും കണ്ടശാങ്കടവ് സ്വദേശികളായ ചക്കമ്പി വീട്ടിൽ അമൽ, കാരമാക്കൽ വീട്ടിൽ നിതിൻ, മേപ്പറമ്പിൽ വീട്ടിൽ സച്ചിൻ എന്നിവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന MDMA ഇനത്തിൽപ്പെട്ട സിന്തറ്റിക് ഡ്രഗാണ് പിടികൂടിയത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NB, സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സുരേഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് മെയ് 4-ന് ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പൂരം ക്രമീകരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. പാവർട്ടി പെരുന്നാളിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ. കുളമ്പ് രോഗം തടയാൻ കന്നുകാലികൾക്ക് വാക്സിൻ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുത്തൂർ പഞ്ചായത്ത് വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.